നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. ഭഗവത്ഗീതയിലെ 16-ാം അധ്യായം ദൈവാസുര സമ്പദ്വിഭാഗ യോഗം, അതാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ദൈവീ സമ്പത്തിൻ്റെ വിശേഷതകൾ വ്യാസഭഗവാൻ ഭംഗിയായിട്ട് ആ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു വച്ചിട്ടുണ്ട്. അവയെല്ലാം വളരെ വിശദമായിട്ട് അനേകം കഥകളിലൂടെ വ്യാസഭഗവാൻ മഹാഭാരതത്തിൽ നമുക്ക് കാണിച്ചു തന്നിട്ടുമുണ്ട് ദൃഷ്ടാന്തങ്ങളായിട്ട്. അങ്ങനെ നാം അവ ഒന്നൊന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്നു. നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത് അഹിംസ, സത്യം, അക്രോധ എന്നുള്ളതായ ആ ദൈവീ സമ്പത്തിൻ്റെ സവിശേഷതകളിലാണ്. അഹിംസ എന്ന് പറഞ്ഞാൽ ആരോടും ദ്വേഷബുദ്ധിയില്ലാതിരിക്കുക, ആരോടും നശിപ്പിക്കാനുള്ള മനസ്സോടുകൂടി പെരുമാറാതിരിക്കുക, അതാണ് അഹിംസ എന്ന് പറയുന്നത്. പൂർണ്ണമായ അഹിംസ ഈ പ്രപഞ്ച ജീവിതത്തിൽ സാധ്യമല്ല. നമ്മുടെ ഓരോ ശ്വാസത്തിലും അനേകം സൂക്ഷ്മ ജീവികൾ നമ്മുടെ ഉള്ളിലേക്ക് വരികയും അവയെല്ലാം സംഹരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഈ അന്തരീക്ഷം മുഴുവൻ നിറഞ്ഞ് സൂക്ഷ്മജീവികൾ നിൽക്കുന്നു. അന്തരീക്ഷത്തിലും വെള്ളത്തിലും മണ്ണിലും എല്ലാത്തിലും സൂക്ഷ്മജീവികൾ നിൽക്കുന്നു. അവ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് കടക്കുന്നു. അവയുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ശരീരത്തിനുള്ളിൽ പ്രവർത്തിക്കാൻ അനുവദിച്ചുകൂടാ. കാരണം ഈ ശരീരത്തിൻ്റെ നിലനിൽപ്പ് നമ്മെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമാണ്. അതുകൊണ്ട് തന്നെ പ്രകൃതി അതിന് വേണ്ടുന്നതായ മാർഗം ഒരുക്കി വച്ചിട്ടുണ്ട്. ഈ സൂക്ഷ്മ ജീവികളെ നമ്മുടെ ശരീരത്തിനുള്ളിൽ കടന്ന് ഉപദ്രവങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ, അതിനു വേണ്ടിയിട്ട് അവ കടന്നാൽ ഉടനെ തന്നെ അവരെ സംഹരിക്കാനുള്ള സംവിധാനം, പ്രതിരോധ ശക്തി എന്ന് നാം പറയും, രോഗപ്രതിരോധ ശക്തി. അപ്പോൾ അവിടെ ഹിംസ നടക്കുന്നുണ്ട്, അത് നടന്നേ പറ്റൂ. അതാണ് 100% അഹിംസ എന്നുള്ളത് സാധ്യമല്ല. പിന്നെ എന്താണ് അഹിംസ? അത് 100% സാധ്യമാകുന്നതും എപ്പോഴാണ്? ഒന്ന്, നമ്മെ പോലുള്ള സാധാരണന്മാരെ സംബന്ധിച്ചിടത്തോളം അഹിംസ എന്നുള്ളത് ആരോടും, ഒരു മനുഷ്യനോടും ഒരു ജന്തുവിനോടും ഒരു വൃക്ഷലതാദികളോടും ദ്രോഹബുദ്ധിയില്ലാതെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുക, അതാണ് അഹിംസ. ദ്രോഹബുദ്ധിയുള്ളത് കൊണ്ടല്ല നമ്മുടെ കീടാണുക്കളെ ശരീരം തന്നെ, അത് നമ്മുടെ ദ്രോഹബുദ്ധി കൊണ്ടല്ല, അത് പ്രകൃതിയുടെ സംവിധാനമാണ്. നമ്മുടെ മനസ്സിൽ ആരോടും ദ്രോഹബുദ്ധി ഉണ്ടാവരുത്, ആരെയും നശിപ്പിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവരുത്, ആരെയും വേദനിപ്പിക്കാനുള്ള ആഗ്രഹവും ഉണ്ടാകരുത്. അതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം അഹിംസ. ഈ വഴിയിൽ കൂടി ഏറെ മുന്നോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ തമോ ഗുണവും രജോ ഗുണവും ക്രമേണ കുറഞ്ഞ് സാത്വിക ഗുണം വർദ്ധിക്കും. സാത്വിക ഗുണ സമൃദ്ധിയുടെ പൂർണ്ണതയിൽ എത്തിച്ചേരും. ആ ഘട്ടത്തിൽ നാം പരമാത്മ സാക്ഷാത്കാരം നേടും. പരമാത്മ സാക്ഷാത്കാരം നേടിയാൽ പിന്നെ നേരത്തെ പറഞ്ഞ പ്രകാരത്തിലുള്ള അനിവാര്യമായ ഹിംസ എന്നുള്ളത് ശരീരത്തെ ആസ്പദമാക്കിയോ മനസ്സിനെ ആസ്പദമാക്കിയോ ബുദ്ധിയെ ആസ്പദമാക്കിയോ പ്രാണങ്ങളെ ആസ്പദമാക്കിയോ നടക്കുകയില്ല. അങ്ങനെ സമ്പൂർണമായ അഹിംസ ബ്രഹ്മസാക്ഷാത്കാരത്തിലാണ്. അതാണ് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം. അതിലേക്ക് നാം നടന്നെടുക്കും ഈ ജീവിതത്തിൽ, അല്ലെങ്കിൽ വരുന്ന കുറേ ജന്മങ്ങളുള്ളിൽ. അതിലേക്കുള്ളതായ മാർഗം ആരോടും ദ്രോഹബുദ്ധിയില്ലാതിരിക്കുക. പിന്നെയോ അടുത്ത് വേണ്ടത് സത്യമാണ്.
സത്യനിഷ്ഠ അഹിംസയിലേക്ക് നമ്മെ നയിക്കും. എന്താണ് സത്യം? സത്യം ഒന്നേ ഉള്ളൂ, അത് പരമാത്മാവാണ്. നിർഗുണ നിരാകാര ബ്രഹ്മമാണ് സത്യം. യാതൊന്നാണോ 3 കാലത്തിലും മാറ്റമില്ലാതെ നിലനിൽക്കുന്നത്, അതാണ് സത്യം. കാലത്രയേവി തിഷ്ഠതീതി സത്ത് എന്ന് ശങ്കരാചാര്യസ്വാമികൾ വളരെ സ്പഷ്ടമായിട്ട് സത്യത്തിന് നിർവചനം നൽകിയിട്ടുണ്ട്. ഭൂതകാലത്തിലും വർത്തമാനത്തിലും ഭാവിയിലും മാറ്റമില്ലാതെ നിലനിൽക്കുന്നത്. ഈ ജഗത്തിൽ സർവവും മാറിക്കൊണ്ടിരിക്കുന്നു. മാറ്റമില്ലാത്തതായി ഒന്നിനെയും നമുക്ക് ഈ ലോകത്ത് കാണുക സാധ്യമേ അല്ല. അതിനാൽ ഈ പ്രപഞ്ചസിദ്ധമായിരിക്കുന്നത് ഒന്നും തന്നെ സത്യമല്ല. സത്യം എന്നുള്ള പദത്തിൻ്റെ സമ്പൂർണമായിരിക്കുന്ന അർത്ഥത്തിൽ അവ ഒന്നും സത്യമല്ല. പിന്നെ എന്താ സത്യമായിട്ടുള്ളത്? പരമാത്മാവ് മാത്രം. അതാണ് സത്യം, ശിവം, സുന്ദരൻ. 3 കാലത്തിനും അതിന് യാതൊരു മാറ്റവുമില്ല. ഈ ലോകമുണ്ടാകുന്നതിന് മുമ്പേ അതുണ്ട്. ഈ ലോകം നമ്മൾ കണ്ടുകൊണ്ടും അനുഭവിച്ചുകൊണ്ടും ഇരിക്കുമ്പോഴോ അപ്പോഴും അതുണ്ട്. അതിന് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഈ ജഗത്ത് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഇങ്ങനെ ഉണ്ടായി നിലനിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴും, വേണ്ട കോലാഹലങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും, വേണ്ട കോലാഹലങ്ങൾ നടക്കുന്നു എന്ന് നമുക്ക് തോന്നിച്ചുകൊണ്ടിരിക്കുമ്പോഴും, അപ്പോഴും സർവത്ര അഖണ്ഡമായി നിറഞ്ഞു നിൽക്കുന്ന പരമാത്മാവിന് ഒരു മാറ്റവും വന്നിട്ടില്ല. അതിനൊരു ചലനവുമില്ല. ഈ ലോകം ലയിച്ചടങ്ങിയാലും യാതൊരു മാറ്റവുമില്ലാതെ നിലനിൽക്കുന്നത് സത്യമാണ്. ലോകമുണ്ടാകുന്നതിന് മുമ്പും ലോകമുള്ളപ്പോഴും ലോകം ലയിച്ചടങ്ങുമ്പോഴും ഒരു മാറ്റവും കൂടാതെ നിലനിൽക്കുന്നത് അതാണ് ബ്രഹ്മവസ്തു. അതുകൊണ്ടാണ് അതിനെ സത്യമെന്നും ശിവമെന്നും സുന്ദരമെന്നുമെല്ലാം ഋഷിമാർ നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. അങ്ങനെ കാലാതീതമായി നിൽക്കുന്ന ആ ബ്രഹ്മവസ്തു അതാണ് സത്യം. അത് അഹം ബ്രഹ്മാസ്മി എന്നുള്ള പ്രത്യക്ഷാനുഭവം നേടിയ ഋഷിമാർ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു, ഞാൻ ബ്രഹ്മം തന്നെയാണ് എന്ന്. അതാണ് സത്യാനുഭവം. നമ്മൾ അവിടെ എത്തിയിട്ടില്ല, പക്ഷേ നമ്മൾ അവിടെ എത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ്. ഭാരതീയ വേദാന്തം നമുക്ക് കാട്ടിത്തന്നിരിക്കുന്ന ജീവിത പന്ഥാവ് അതാണ്. എന്താണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം? നാം ഓരോരുത്തരും യാതൊന്നാണോ അതിനെ സാക്ഷാത്കരിക്കുക. നാം ഈ ശരീരമാണ്, മനസ്സാണ്, ബുദ്ധിയാണ് എന്നൊക്കെയുള്ള വിചാരങ്ങളാണ് ഇപ്പോഴുള്ളത്. അതെല്ലാം തെറ്റായ ധാരണകളാണ് എന്ന് മനസ്സിലാക്കി നമ്മുടെ യഥാർത്ഥ സ്വരൂപം, നാം ആരാണ് എന്നുള്ള സത്യം, അത് നാം അറിയുമ്പോഴാണ് നാം സത്യത്തിൽ എത്തിക്കഴിയുക. നമ്മുടെ യഥാർത്ഥ സ്വരൂപം ബ്രഹ്മസ്വരൂപമാണ്. ഒരു മാറ്റവുമില്ലാത്തതായ അഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപം. അതിൽ നാം എത്തണം. എത്തുന്നതിന് മുമ്പ് അതിലെത്താൻ വേണ്ടിയിട്ടുള്ള ജോലികൾ നാം ചെയ്യണം. അതിന് സാധനകളെന്ന് പറയും. അത് നാം ചെയ്യണം. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നുള്ള ചതുർവിധ പുരുഷാർത്ഥങ്ങൾ, ആ വഴിയിലൂടെ നടക്കാൻ വേണ്ടുന്ന കരുത്തും അതേപോലെ തന്നെ മാർഗപ്രദർശനവും നൽകാൻ വേണ്ടിയിട്ട് ഋഷിമാർ ഒരുക്കി വച്ചിരിക്കുന്ന നമ്മുടെ 4 പുരുഷാർത്ഥങ്ങളാണ്. അതുകൊണ്ടാണ് അതിന് ഇത്രയേറെ പ്രാധാന്യം. ധർമ്മത്തെ പിടിവിടാതെ ധർമ്മത്തിൻ്റെ പന്ഥാവിലൂടെ അർത്ഥകാമങ്ങൾ നേടി ആ അർത്ഥകാമങ്ങളും അനശ്വരമല്ല എന്ന് തിരിച്ചറിഞ്ഞ്, അത് അർത്ഥകാമങ്ങളും നശ്വരമാണ് എന്ന് അനുഭവിച്ചറിഞ്ഞ് അതിനുമപ്പുറത്തേക്ക് പോകാനുള്ളതായ അഭിവാഞ്ച തെളിഞ്ഞു വന്ന് അതിനുമപ്പുറത്തേക്ക്, അർത്ഥകാമങ്ങൾക്കും അപ്പുറത്തേക്ക്, അതാണ് മോക്ഷം എന്ന് പറയുക, അവിടേക്ക് നാം എത്തിച്ചേരുന്ന അവസ്ഥ, അതാണ് സത്യത്തിൻ്റെ നേരിട്ടുള്ള അനുഭവം. അങ്ങനെ നാം ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് നടന്നു പോകണം. അധ്യാത്മമായ യാത്രയാണ്. വെളിയിലേക്ക് പരന്നൊഴുകിക്കൊണ്ടിരിക്കുന്നതായ മനസ്സിനെ, കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക്, ചെവി എന്നുള്ളതായ ഇന്ദ്രിയങ്ങളിൽ കൂടി അത് വെളിയിലേക്ക് പരന്ന് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ആ മനസ്സിനെ ക്രമേണ നിയന്ത്രിച്ച്, ഒറ്റയടിക്കല്ല, അങ്ങനെ പാടില്ല, അതിനെ ക്രമേണ നിയന്ത്രിച്ച് പാകപ്പെടുത്തി അതിനെ ഉള്ളിലേക്ക് നയിക്കുന്നതാണ് അതിനുള്ളതായ മാർഗം. ആ മാർഗത്തിന് മനസ്സിനെ ഇങ്ങനെ ഉള്ളിലേക്ക് നയിച്ച് ക്രമേണ ഉള്ളിലേക്കുള്ള യാത്ര, അതിൻ്റെ ഗുണം അനുഭവിച്ച് വരുമ്പോഴേക്കും പിന്നെ വളരെ വേഗത്തിലായിത്തീരും ആ യാത്ര.
ആ യാത്ര ചെയ്യുന്നതിന് തപസ് എന്ന് നേരത്തെ പറഞ്ഞു. ആ തപസ് നമുക്ക് ഭംഗിയായി ചെയ്യാൻ കഴിയണമെങ്കിൽ, മനസ്സിനെ ഈ കാണായതായ പ്രാപഞ്ചിക വസ്തുക്കളിലെ ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയണമെങ്കിൽ നാം അറിയേണ്ട ഒരു വലിയ കാര്യമുണ്ട്. അതാണ് ഇതെല്ലാം പരമാത്മാവിൻ്റെ തന്നെ വിവിധ രൂപങ്ങളാണ് എന്നുള്ള യാഥാർത്ഥ്യം. നാം കാണുന്ന സകല മനുഷ്യരും പരമാത്മാവ് തന്നെയാണ്, സത്യം തന്നെയാണ്. നാം കാണുന്ന സർവ്വമൃഗങ്ങളും പക്ഷികളും പുല്ലും പുഴുവും വൃക്ഷങ്ങളും സൂര്യചന്ദ്ര നക്ഷത്രാദികളും സമ്പത്തും സ്ഥാനമാനങ്ങളും അധികാരവും എല്ലാം നാം എന്തൊക്കെ ഈ ലോകത്ത് കാണുകയും ആഗ്രഹിക്കുകയും കൊതിക്കുകയൊക്കെ ചെയ്യുന്നുവോ അതെല്ലാം അതിൻ്റെ നാം കാണുന്ന സ്വരൂപത്തിൻ്റെ മട്ടിലുള്ളതല്ല. അതെല്ലാം പരമാത്മാവിനാൽ അകവും പുറവും നിറഞ്ഞിരിക്കുന്നവയാണ്. ഉള്ളത് പരമാത്മാവ് മാത്രം. അത് നമുക്കിങ്ങനെ ജീവനുള്ളതും ജീവനില്ലാത്തവയുമായിട്ട് കാണപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ക്രമേണ ബോധിക്കണം. ഒരു ദിവസം കൊണ്ട് അത് സാധിക്കില്ല, ക്രമേണ ബോധിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ കാരണവന്മാരും മുത്തശ്ശിമാരും നമുക്ക് അനേക സാധനാ പദ്ധതികൾ തന്നത്. അതിലൊന്ന് നമുക്ക് എല്ലാവർക്കും നന്നായി അറിയുന്നത്. അതിൽ പലതും നമുക്ക് നന്നായി അറിയാം, നാം ചെയ്യുന്നുമുണ്ട്. ക്രമേണ അതിൽ പാകത വരുന്നുമുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വൃശ്ചിക മാസം 1-ാം തീയതി മുതൽ അയ്യപ്പനെ ദർശിക്കാൻ വേണ്ടിയിട്ട് മാലയിട്ട് ശരണം വിളിക്കുന്നത്. മാലയിട്ട് കഴിഞ്ഞാലോ പിന്നെ കാണപ്പെടുന്നതെല്ലാം അയ്യപ്പനാണ്. എല്ലാ മനുഷ്യരും അയ്യപ്പനാണ്. മൃഗങ്ങളും പക്ഷികളും കല്ലും മുള്ളും എല്ലാം അയ്യപ്പനാണ്. എല്ലാറ്റിലും അയ്യപ്പനെ കാണാൻ നാം ആ ഭക്തി എന്നുള്ളതായ രസായനത്തിൻ്റെ ബലത്തിൽ പരിശീലിക്കുന്നു. അയ്യപ്പനല്ലാതെ വേറെ യാതൊന്നും തന്നെയില്ല. കടുവയായാലും പുലിയായാലും ആനയായാലും എല്ലാം അയ്യപ്പനാണ്. അത് എല്ലാത്തിലും ബ്രഹ്മവസ്തുവിനെ നേടാൻ, കാണാൻ, അറിയാൻ വേണ്ടിയിട്ടുള്ള പരിശീലനമാണ്, സാധനാ പദ്ധതിയാണ്. ആരാ അയ്യപ്പൻ? ആ അയ്യപ്പൻ ബ്രഹ്മമാണ്, നിർഗുണ നിരാകാര ബ്രഹ്മം. ആ 18 പടികൾക്ക് മുകളിൽ ആ ശ്രീലകത്ത് അദ്ദേഹം വിരാജിക്കുന്നു, നമുക്ക് ദർശനം തരുന്നു, നമ്മെ അനുഗ്രഹിക്കുന്നു, നമ്മെ നമ്മുടെ പരിമിതികളിൽ നിന്ന് കൈപിടിച്ച് ഉയർത്തി ആ പൂർണ്ണമായ ബ്രഹ്മാനുഭവത്തിലേക്ക് എത്തിക്കുന്നു. അതാണ് അയ്യപ്പൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ ക്ഷേത്രത്തിൻ്റെ മേൽ തത്വമസി എന്ന് എഴുതി വെച്ചത്. അത് നീ തേടി വരുന്നതായ ആ പരമാനന്ദമുണ്ടല്ലോ, പ്രപഞ്ച സത്യം, നീയാകുന്ന സത്യം, അത് നീ തന്നെയാകുന്നു. ആ അയ്യപ്പൻ നീ തന്നെയാകുന്നു. ഇത് നമുക്ക് അയ്യപ്പസ്വാമി, നമ്മുടെ മഹാഗുരു, അവിടെ ഇരുന്ന് പഠിപ്പിച്ചു തരുന്നു. വലിയൊരു പരിശീലനമാണ് എല്ലാ വസ്തുക്കളെയും അയ്യപ്പനായി കാണാൻ. അതിനു വേണ്ടിയിട്ടുള്ളതായ പരിശീലനം. എല്ലാറ്റിനെയും, എല്ലാ മനുഷ്യരെയും മൃഗങ്ങളെയും ഒക്കെ അയ്യപ്പനായി കാണുന്നത് പോലെ തന്നെ മാലയിട്ട എല്ലാ സ്ത്രീകളെയും, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സ്ത്രീകളെയും മാളികപ്പുറമായും കാണാൻ നമ്മെ അത് പഠിപ്പിക്കുന്നു. അങ്ങനെ വലിയൊരു പരിശീലനം ആണ്ടുതോറും നമ്മൾ നേടുന്നു. ആ പരിശീലന മാർഗത്തിലൂടെ ക്രമേണ 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 മനസ്സിന് ഭാഗം വന്നിട്ട് നാം ബ്രഹ്മപദത്തിലേക്ക് ഉയർന്ന് ഉയർന്ന് ചെല്ലുന്നു. അതാണ് സത്യമാണ്. സത്യം അറിയാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണത്, സാധനയാണത്. സത്യമാണ് ദൈവീ സമ്പത്തിലെ അടുത്ത ഇനം. അഹിംസ സത്യം അക്രോധ. അഹിംസ സത്യം അക്രോധ. സത്യം അത് ബ്രഹ്മസ്വരൂപമാണ്. അതറിയാൻ വേണ്ടി നമ്മൾക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്ന, കേൾക്കാൻ കഴിയുന്ന, അറിയാൻ കഴിയുന്ന എല്ലാറ്റിനെയും ബ്രഹ്മം തന്നെയായി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. എല്ലാം ബ്രഹ്മമാണ്, അഥവാ ഈശ്വരനാണ്, അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടദേവതയാണ്, അയ്യപ്പനാണ്, അല്ലെങ്കിൽ ദേവിയാണ്, അതും അല്ലെങ്കിൽ രാമനാണ്, അല്ലെങ്കിൽ കൃഷ്ണനാണ്. അവരവരുടെ ഇഷ്ടദേവതയായി കാണാൻ പഠിപ്പിക്കുന്നു. ക്രമേണ ആ ഇഷ്ടദേവതാ രൂപം ഹൃദയത്തിൽ പൂർണ്ണമായും ഉറച്ചു കഴിയുമ്പോൾ ആ രൂപത്തിനും നാമത്തിനും അപ്പുറത്തേക്ക് നിർഗുണ നിരാകാരത്തിലേക്ക് ഉയർന്നു ചെല്ലാനുള്ള ശേഷി കൈവരികയും ചെയ്യുന്നു.